നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനൽ ഫിക്സറായിരിക്കുന്നു. FC ബാഴ്സലോണയുടെ എതിരാളികൾ ഇൻ്റർ മിലാനാണ്. അതേസമയം PSG എതിരാളികളായിട്ട് ആഴ്സണൽ. കിടിലൻ പോരാട്ടങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നു എന്നർത്ഥം. ഇപ്പോൾ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ രണ്ടാം പാദ മത്സരവും ഇന്നലെ തീരുകയുണ്ടായി. അങ്ങനെ PSG ആസ്റ്റൺ വില്ലയെ അഗ്രിഗേറ്റ് 4-5 മറികടന്നുകൊണ്ടാണ് സെമിയിലേക്ക് വരുന്നതെങ്കിൽ ഡോട്ട്മുണ്ടിനെ അഗ്രിഗേറ്റ് 3-5 മറികടന്നുകൊണ്ടാണ് ബാഴ്സലോണ സെമിയിലേക്ക് കടന്നു വരുന്നത്. റയൽ മാഡ്രിഡിനെ അഗ്രിഗേറ്റ് 1-5 തകർത്തങ്ങ് തരിപ്പണമാക്കിയാണ് ആഴ്സണലിൻ്റെ വരവ്. ഇൻ്റർ മിലാൻ വേഴ്സസ് ബയേൺ മത്സരം 4-3 അഗ്രിഗേറ്റ് ഇൻ്റർ മിലാൻ വിജയിച്ച് കയറിയത്. ഇനി സെമി ഫൈനലിലായിട്ടുള്ള കാത്തിരിപ്പാണ്. സെമി എന്നാണ്? ആദ്യപാദ മത്സരം വരുന്നത് ഏപ്രിൽ 30 ഏപ്രിൽ 30 മെയ് 1 മത്സരങ്ങൾ നടക്കുന്നു. ഏപ്രിൽ 30 പുലർച്ചെ ഇന്ത്യൻ സമയം 12:30 ആഴ്സണൽ വേഴ്സസ് PSG മത്സരം ആഴ്സണലിൻ്റെ മൈതാനത്ത് നടക്കുന്നത്. തൊട്ടടുത്ത ദിവസം രാത്രി ഇന്ത്യൻ സമയം 12:30 ബാഴ്സലോണയുടെ മൈതാനത്ത് ബാഴ്സലോണ വേഴ്സസ് ഇൻ്റർ മിലാൻ പോരാട്ടം. രണ്ടാം പാദ മത്സരം മെയ് 7 മെയ് 8 മെയ് 7 ഇൻ്റർ മിലാൻ്റെ മൈതാനത്ത് പോയി ബാഴ്സലോണ കളിക്കുമ്പോൾ മെയ് 8 PSG മൈതാനത്ത് പോയി ആഴ്സണൽ കളിക്കും. അതോടുകൂടി ഫൈനലിസ്റ്റുകളുടെ തീരുമാനമാവും. ഫൈനൽ മത്സരം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ജൂൺ 1. അതായത് ഇനി പോരാട്ടങ്ങൾ അതിൻ്റെ പാരമ്യതയിൽ നമ്മൾ കാണാൻ പോവുകയാണ്. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരാം.